അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുമ്പൊക്കെ പരിശുദ്ധ ഖുർആൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാല മൗലൂദുകൾ കിതാബുകളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുമായിരുന്നു. ഖുർആനും മാല മൗലൂദുകളൊക്കെ ഒരു തട്ടിലിങ്ങനെ വളരെ ഭവ്യതയോടുകൂടി അടുക്കി വെക്കും. നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെയാണ്. എല്ലാത്തിനോടും ഒരുപോലെയുള്ള ഒരു ബഹുമാനവും ആദരവും ഒക്കെയായിരുന്നു. നമ്മൾ അന്നൊക്കെ വിചാരിച്ചിരുന്നത്, അതായത് അന്നെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 10-35 വയസ്സ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതിന് രണ്ടിനും ഒരേപോലത്തെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അതിന് മാത്രം അതിനുള്ളൊരു പ്രാധാന്യമുണ്ടെന്നും പരിശുദ്ധ ഖുർആൻ ഓതുന്നത് പോലെ തന്നെ മാല മൗലൂദുകൾ ഓതുമ്പോൾ നമുക്ക് കൂലി കിട്ടും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഞാൻ മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ ഇതിൽ തമ്മിൽ എന്താണ് ഉള്ളത്, അതായത് ഖുർആൻ നമ്മൾക്ക് അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാവാത്ത കാലം ശരിക്കും മാല മൗലൂദുകൾ ഓടുമ്പോൾ നമ്മൾ പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോൾ വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്നുള്ള വരികളായിരുന്നു. അതായത് ഔലിയാക്കൾ, അതായത് മഹാന്മാരായ ആളുകൾ, അവരൊക്കെ അതായത് മഹാന്മാരെന്ന് കരുതപ്പെടുന്ന ആളുകൾ, അതായത് CM മടവൂർ ഉള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ, അതുപോലെ തന്നെ മൊഹിദ്ദീൻ ഷെയ്ഖിനെ പോലത്തെ, അതുപോലെ തന്നെ ശുഹദാക്കളെ പോലത്തെ ആളുകൾ. അപ്പോൾ അവരെല്ലാവരും അവരൊക്കെ മാലകളാണല്ലോ, മാലപ്പാട്ടുകളിൽ അവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാലപ്പാട്ടുകളിൽ ഓരോരുത്തർക്കും ഓരോ മാലകളാണല്ലോ. അപ്പോൾ ആ മാലകളിൽ പാടുന്ന വരികൾ കേട്ടപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്, ഏത് സ്ഥലത്തുനിന്ന്, ലോകത്തെ ഏത് ഭാഷയിൽ ഏത് സ്ഥലത്തുനിന്ന് എവിടെ നിന്ന് വിളിച്ചാലും ഈ ഔലിയാക്കളൊക്കെ മരണപ്പെട്ടു പോയി കിടക്കുന്ന ഈ ഔലിയാക്കൾ അവരത് കേൾക്കുകയും അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവിലൂടെ അവരെല്ലാം ചെയ്തു തരാനും അവർക്ക് കഴിയും. അതുകൊണ്ട് അവരെ വിളിക്കാം എന്നുള്ളൊരു ധൈര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പെട്ടെന്നൊരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഞെട്ടൽ വരുമ്പോഴും നമ്മൾക്ക് വളരെ വിഷമം വരുന്ന സമയത്തൊക്കെ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയൊക്കെ പേര് വിളിച്ച് ബദരീങ്ങളെ കാക്കണേ, ഉള്ളാളന്തങ്ങളെ കാക്കണേ, CM മടവൂരെ കാക്കണേ എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും കുറേ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു 100 വിളി, നമ്മളൊരു 100 തേട്ടം, ഇതൊക്കെ ഒരു തേട്ടങ്ങളാണല്ലോ, ഇതെല്ലാം ആരാധനയിൽപ്പെട്ട തേട്ടങ്ങളാണ്. നമുക്ക് കാക്കണേ, രക്ഷിക്കണേ, ഹിദായത്ത് നൽകണേ, മക്കളെ നൽകണേ, ഇങ്ങനത്തെ സൗഖ്യം നൽകണേ, ഇങ്ങനെ പല രീതിയിലുള്ള തേട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ തേട്ടങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോടും ചെയ്യാം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ മാലപ്പാട്ടുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മൗലൂദുകളിൽ നമ്മൾക്ക് ചൊല്ലുന്നത് എന്താണെന്ന് അറിയില്ല, അറബിയാണെങ്കിലും അതിന് പിന്നീട് നമുക്ക് അത് കൃത്യമായി അത് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ അതിനകത്തുള്ളതും പ്രവാചകന്മാരെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് തേടുന്നത്, ഹിദായത്ത് നൽകുന്നവൻ, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനൊക്കെ ആയിട്ടുള്ള, അതായത് നബിയുടെ അടിമയാണ് നമ്മൾ എന്നുള്ള രീതിയിൽ വരെയുള്ള വിളികളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി മാല മൗലൂദുകളൊക്കെ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുകയും അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം 100 തവണ നമ്മൾ തേടുന്നുണ്ടെങ്കിൽ 95 തേട്ടങ്ങളും അള്ളാഹു അല്ലാത്തവരോടാണ്. ഏതെങ്കിലും 4-5 സമയങ്ങൾ, വളരെ ചുരുക്കമായിട്ടുള്ള സമയങ്ങൾ മാത്രമേ അള്ളാഹുവിനോട് നമ്മൾ തേടുന്നുള്ളൂ. അങ്ങനെയായിരിക്കെ ഈ ഖുർആനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയത്. പരിശുദ്ധ ഖുർആൻ നമ്മളുടെ കയ്യിൽ അല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലൂടെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇട്ടേച്ച് പോകുന്നുണ്ട് ലോകാവസാനം വരെ ഉള്ള ആളുകൾക്ക്. അതൊന്ന് പരിശുദ്ധ ഖുർആനും പിന്നെ തിരുസുന്നത്തുകളുമാണ്. അപ്പം ഈ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ മാല മൗലൂദുകൾ എന്താണോ പറയുന്നത് അതിന് നേരെ ഘടകവിരുദ്ധമാണ് ഈ ഖുർആനിലുള്ളത് എന്ന് മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വിശദീകരണത്തിന് ആവശ്യം പോലും ഇല്ലാതെ കൃത്യമായി ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സിമ്പിളായിട്ട് തന്നെ ആ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും യൗമൽ ഖിയാമത്തി യക്ഫുറുന ബിശിർക്കിക്കും. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ നമ്മൾ മറ്റാരോട് തേടിയാലും, അത് അള്ളാഹുവിനെ മാത്രമേ മാറ്റി നിർത്തിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരെയും അള്ളാഹുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോട് തേടിയാലും, അള്ളാഹുവിന് പുറമെ ആരോട് തേടിയാലും ആ തേട്ടം അവരാരും തന്നെ കേൾക്കുകയില്ല. നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, കാക്കണേ, രക്ഷിക്കണേ എന്ന്. ആ വിളി അവർ കേൾക്കുകയില്ല. ഇനി കേൾക്കുമെന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ പോലും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഖിയാമത്ത് നാളിൽ നമ്മൾ ഈ തേടിയ കാര്യത്തിന് ഈ തേടപ്പെട്ടവർ, അതായത് നമ്മൾ ആരോടൊക്കെ തേടിയോ, ഈസാ നബിയോടോ മൂസാ നബിയോടോ അതല്ലെങ്കിൽ ജിന്നിനോടോ മലക്കിനോടോ മൊയ്തീൻ ഷെയ്ഖിനോടോ ബദ്രീങ്ങളോടോ ആരോട് തേടിയാലും അവരോട് ചോദിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവർ നിങ്ങളോട് തേടിയത്? അപ്പോൾ അവർ കൈമലർത്തുമെന്നാണല്ലോ പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ നിന്നെ മാത്രം വിളിക്കാനും നിന്നോട് തേടാനുമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് അവർ ഖിയാമത്ത് നാളിൽ, അതായത് വിധി നാളിൽ, അതായത് മാഷറിൽ വെച്ച് അവർ കൈയൊഴിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചു തരാണ്. അതുപോലെ പല സ്ഥലങ്ങളിലുണ്ട്. പ്രവാചകരെ നിങ്ങൾ പറയുക, കാരണം ഞാൻ അവരോട് അടുത്തുണ്ട്, നമ്മളോട് ഓരോരുത്തരും അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. നമ്മുടെ ഒരു നിശ്വാസം അല്ലാഹുക്ക് അറിയാം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചിന്തകൾ അല്ലാഹുക്ക് അറിയാം. അപ്പോൾ എപ്പോഴും നമ്മളെ അല്ലാഹു കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിനോട് തേടാനാണ് അല്ലാഹു പറയുന്നത്. ഖുർആനിലുണ്ട് അള്ളാഹുവിനോട് തേടാൻ. ആ അള്ളാഹുവിനോട് നമ്മൾ തേടുമ്പോൾ അള്ളാഹു അത് കേൾക്കുന്നു, ഉത്തരം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഉത്തരം നൽകാനും കേൾക്കാനൊക്കെ ഉള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതല്ലാത്തൊരു ചിന്ത, അത് ഷിർക്കാണെന്നും ആ ഷിർക്ക് എന്താ പറയുക, കാലാകാലം നരകത്തിലേക്കാണെന്നുമുള്ള ഒരുപാട്
താക്കീതുകൾ ഖുർആനിലുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഈ മാലകളിലും മൗലൂദുകളിലും ഉള്ളതെന്ന് നമ്മൾ ഒരു സാമാന്യ വിവരമുള്ള, വലിയ പണ്ഡിതനൊന്നും ഉണ്ട്, ഒരു സാമാന്യ വിവരം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തലച്ചോറ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാകും. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ഉസ്താദന്മാർ നമ്മൾ ഇത്ര വലിയ അപകടത്തിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നതെന്ന്. അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. പക്ഷേ നമ്മൾ പരിശോധിക്കാൻ നമ്മൾ അള്ളാഹുവിൻ്റെ തൗഫീക്കിന് വേണ്ടി തേടണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല എന്ന്. എനിക്കൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല 35 വയസ്സിന് ശേഷം അത് മനസ്സിലാക്കാനുള്ള ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് കൊണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് അള്ളാഹുവിനോട് മാത്രമേ എൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഉള്ളൂ. നമ്മളറിയാതെ തന്നെ, നമ്മളിതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ തേട്ടങ്ങളൊക്കെ പോകും, നമ്മൾ ഷിർക്കിലായി പോകും. അങ്ങനെ നമ്മൾ മരണപ്പെട്ടാൽ പിന്നെ ഒരിക്കലും സ്വർഗത്തിൻ്റെ ഒരു അടുത്ത് പോലും നമുക്ക് പോകാൻ കഴിയില്ല, കാലാകാലം നരകത്തിൽപ്പെട്ടു പോകും. അതുകൊണ്ട് എല്ലാവരും ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകുകയും നിലനിർത്തുകയും ചെയ്യുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.